പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആദ്യം തന്നെ എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ, കർത്താവിൻ്റെ ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ അട്ടപ്പാടിയിൽ നിന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരുടെ വീട്ടിലും ഈസ്റ്റർ നല്ല തിക്കും തിരക്കും ബഹളവും തിരുനാളും ആഘോഷങ്ങളായിരിക്കും. എന്നാലും ശരി, അതിനിടയിൽ കുറച്ച് സമയം കണ്ടെത്തി വചനം ശ്രവിക്കാൻ നമുക്ക് ദൈവം അവസരം തന്നിരിക്കുകയാണ്. ഇന്ന് വചനം ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ത്യാഗമെടുത്ത് നിങ്ങളെ പ്രത്യേക ഈശോ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കുടുംബത്തിൻ്റെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. അതായത് കർത്താവിനെ ഹൃദയപൂർവ്വം അന്വേഷിച്ചാൽ, നമ്മുടെ വേദനയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ കർത്താവ് ആ വേദന ഇറങ്ങി വരും. സങ്കീർത്തനം 34:4, ഞാൻ കർത്താവിനെ വിളിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവ്വ ഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ആ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് വിദ്യ. ഞങ്ങൾ എറണാകുളത്ത് ആലുവയ്ക്ക് അടുത്തുള്ള കുറ്റിപ്പുഴ എന്ന് പറഞ്ഞിട്ട് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിലെ ഇടവക അംഗങ്ങളാണ്. മോളുടെ പേര് ആൻഡ്രിയ, വാവയുടെ പേര് എലൈസ മറിയം. അപ്പോൾ ഇവള് നഴ്സാണ് UK ഇപ്പം. അപ്പോൾ ഇവള് 5-ാം മാസം. ആൻഡ്രിയ നേഴ്സാണോ? അവിടെ നിന്ന് ഇപ്പോൾ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ്. ആൻഡ്രിയ UK NHS. ആൻഡ്രിയ UK NHS വർക്ക് ചെയ്യുന്ന നേഴ്സാണ്. തീരെ അറിവില്ലാത്ത കുട്ടിയല്ല, കാര്യത്തെക്കുറിച്ചെല്ലാം നല്ല അറിവുള്ള ഒരു വ്യക്തിയാണ് നേഴ്സ്. അപ്പോൾ അദ്ദേഹം കുടുംബം വന്ന് സാക്ഷ്യം പറയുകയാണ്. ഓക്കെ. അപ്പോൾ ഇവള് MSc നഴ്സിങ്ങിന് പഠിക്കാനായിട്ട് ചേർന്നപ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ മാസങ്ങളിൽ തന്നെ ക്യാരിങ് ആയി. അത് കഴിഞ്ഞിട്ട് MScക്ക് ബാംഗ്ലൂർ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് സ്കാനിങ് ഒരു മാസം മിസ്സായി പോയായിരുന്നു. അപ്പോൾ 5-ാമത്തെ മാസം കഴിഞ്ഞപ്പം നാട്ടിൽ വന്നപ്പം സ്കാൻ ചെയ്ത് നോക്കിയപ്പം കൊച്ചിൻ്റെ തൊടയിലിന് ഒരു പൊട്ടൽ പോലെ സംശയം തോന്നിയിട്ട് അവർ ഞങ്ങളെ അമൃത മെഡിക്കൽ സയൻസിലേക്ക് അയച്ചു. ഫീറ്റൽ മെഡിസിനിലേക്ക് കൊണ്ടുപോയി. അപ്പം കൂടുതലായിട്ട് ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു ജനിതക തകരാറായിരുന്നു. ബോൺ ഡിസ്പ്ലേസിയ എന്ന് പറഞ്ഞിട്ട് ഒരു സിൻഡ്രം ആയിരുന്നു കുഞ്ഞിന്. അപ്പോൾ അതിനൊരിക്കലും ചികിത്സയില്ല. അപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ ഒരു 8 മണിക്കൂറിനുള്ളിൽ ജനിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകും. പെൺകുട്ടിയാണെങ്കിൽ വളരെ വൈകല്യമുള്ള ഒരു രൂപമായിരിക്കും, കുള്ളന്മാരുടെ പോലത്തെ രൂപവും, പിന്നെ ഫുള്ള് എന്താ പറയുക, സ്കിന്നൊക്കെ ഇങ്ങനെ കറുത്തിട്ട് അല്ലെങ്കിൽ അപ്പം സ്കാൻ ചെയ്യുമ്പം അവിടെ ഫീറ്റൽ മെഡിസിനിൽ നമുക്ക് കാണാൻ പറ്റി കുഞ്ഞിൻ്റെ വിരലുകളൊന്നുമില്ല. അപ്പം എല്ലാം ഒടിഞ്ഞു കിടക്കുന്നു. അപ്പൊ തൊടയിലൊക്കെ ഒടിഞ്ഞു കിടക്കണത് നമുക്ക് കാണാൻ പറ്റും. ഇത് ശരിക്കും അസ്ഥികളൊക്കെ വേർപെട്ട് കിടക്കണം. അപ്പോൾ നോക്കി അസ്ഥികളൊന്നും യോജിക്കുന്നില്ല, ഇതെല്ലാം അങ്ങനെ
സെപ്പറേറ്റ് ആയിട്ട് മാറി കിടക്കണം. ആ, അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ 6 മാസമായപ്പോൾ നമുക്ക് വേണമെങ്കിൽ കോടതിയിൽ പോയിട്ട് കോർട്ട് ഓർഡർ പോയിട്ട്. അപ്പോൾ ഇത് ഉദരത്തിൽ കുട്ടി വളർന്ന് 6 മാസം വരെ വളർന്ന് കഴിഞ്ഞിട്ടാണ് ഇവരിത് ഡയഗ്നോസ് ചെയ്യുന്നത്. ആ, അപ്പോൾ വേണമെങ്കിൽ കോർട്ട് ഓർഡർ വഴിയായിട്ട് നമുക്ക് അബോർഷൻ ചെയ്യാമെന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ദൈവത്തിൻ്റെ ഒരു അധികാരത്തിന് മേലെ ഞങ്ങൾ കൈവയ്ക്കുന്നില്ല. അപ്പോൾ ജനിക്കണ പോലെ ജനിക്കട്ടെ, വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്കും ജീവിക്കാൻ അവകാശമുണ്ടല്ലോ. അപ്പോൾ അവരൊന്ന് വേണമെങ്കിൽ നമുക്ക് മെഡിസിൻ കൊടുത്തിട്ട് നേരത്തെ പ്രസവം നടത്താം, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ പെട്ടെന്ന് വേണമെങ്കിൽ മരിച്ചു നോക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനും ആരോടത് ചോദിക്കുമ്പോൾ എല്ലാ കുട്ടികളും എങ്ങനത്തെ ഒരു അസുഖമുള്ള കുഞ്ഞുങ്ങളുടെ രൂപമൊക്കെ നോക്കുമ്പോൾ നമുക്ക് പേടിയാവും. അപ്പം എന്താ പറയുക, ഈ കുഞ്ഞിനെ കിട്ടരുതെന്നായിരുന്നു എല്ലാവരും കൂടുതൽ പ്രാർത്ഥിച്ചത്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം തന്നെ ആരോടും ചോദിക്കാതെ യേശുനാമത്തിൻ്റെ ശക്തിയും കൈ പിടിച്ചിട്ട് ഞാൻ ട്രെയിൻ കയറി തന്നെ എങ്ങനെയൊക്കെ ഇവിടെ എത്തി. അപ്പോൾ ദൈവമേ, ആലുവേന്ന് വിദ്യ ഈ അമ്മ ഹൃദയഭാരത്തോടെ തന്നെ എൻ്റെ ഈ ഒരു വലിയൊരു വേദനയല്ലേ, അതുകൊണ്ട് ആ വേദനയോടുകൂടെ ഈ മല കയറി അട്ടപ്പാടി വന്ന്. ആ, അപ്പോൾ ഇവിടെ കുറേ പേര് അച്ഛൻ ബ്ലെസ്സിങ് ചെയ്യാൻ നിൽക്കണമെന്ന് ഞാൻ കാണുന്നില്ല. ഇവിടെ ക്യൂ നിൽക്കണമെന്ന് എൻ്റെ കണ്ണിൽ പെട്ടില്ല. ഞാനപ്പോൾ എന്താ പറയുക, ഞാൻ ചാടിക്കയറി ഇങ്ങനെ റിസൾട്ട് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനത്തെ ഒരു കുഞ്ഞാണ്, എനിക്കറിയില്ല, അച്ഛൻ പ്രെയർ ചെയ്യണമെന്ന് വെച്ചാൽ. അപ്പോൾ അച്ഛൻ ഒന്നും പറഞ്ഞില്ല, കർത്താവ് ഇടപെട്ടിട്ട് എൻ്റെ ഈശോയെ അത്ര മാത്രമേ പറഞ്ഞോളൂ. അപ്പം എനിക്ക് കണ്ട ഉടനെ ഇത് ഈ റിസൾട്ട് കൊടുക്കും അല്ലേ, റിസൾട്ട് അതിൻ്റെ ഒരു മെഡിസിൻ്റെ റിപ്പോർട്ട് ഇതൊരു ചെറിയ ഇത് കൊണ്ടെന്ന് പറഞ്ഞു, ഇതാണ് എൻ്റെ അച്ഛാ കുട്ടിയുടെ സ്ഥിതി എന്ന്. അപ്പം എൻ്റെ ഈശോയെ കർത്താവ് ഇടപെടണമേ എന്ന് പറഞ്ഞ ഒറ്റ നിലവിളിയാണ്. പിന്നെ ഞാൻ തിരിച്ചുപോയി സമാധാനമായിട്ട്. അപ്പോൾ നേരത്തെ തന്നെ ഈ കുഞ്ഞിൻ്റെ ഇങ്ങനെ എല്ലുകളൊക്കെ നുറുങ്ങുന്നതുകൊണ്ട് ഇവൾക്ക് ഡെയിലി പ്രസവ വേദനയാണ്. അപ്പോൾ അത്രയും പെയിൻ സഹിച്ച് അപ്പോളോയിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അവർ നേരത്തെ സിസേറിയനിൽ കൂടെ കുഞ്ഞിന് പുറത്തെടുത്തു. ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ NICUയിൽ കാണുമ്പം കുഞ്ഞൊരു മുഖം മാത്രം നോർമൽ, പക്ഷേ ഇടുപ്പൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നിയിരുന്നു. മാസം തികയാത്ത തന്നെയാണ്. പിന്നെ കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് അവർ വെല്ലൂർ അല്ലെങ്കിൽ മണിപ്പാലിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ ഇവൾ ഗർഭിണിയായിരിക്കുമ്പോൾ തുടങ്ങി, ഒരു സൈഡിൽ യേശുനാമത്തിൻ്റെ ശക്തി, ഇപ്പുറത്തെ സൈഡിൽ ഒരു കുഞ്ഞ് ബൈബിളും വെക്കുമായിരുന്നു. അപ്പോൾ ഇവൾ അങ്ങോട്ടും കൂടി തിരിയുമ്പോൾ എപ്പോഴും യേശുനാമത്തിൻ്റെ ശക്തിയിലായിരിക്കും കിടക്കുന്ന വയറ് വെച്ചിട്ട്. അപ്പോൾ പിന്നെ ഞാൻ സെൻറ്റ് ജെയിംസിൽ കൊണ്ടുവന്നിട്ട് വെല്ലൂർക്ക് കൊണ്ടുപോകാനുള്ള ഫർദർ ട്രീറ്റ്മെൻറ്റിന് പോകാൻ വേണ്ടി നോക്കുമ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, നാട്ടിലേതെങ്കിലും ആസ്റ്ററിൽ എവിടെയെങ്കിലും ഒന്ന് കാണിച്ച് നോക്കാം, സെക്കൻഡ് ഒപ്പീനിയൻ. അപ്പോൾ ഞങ്ങൾ ആസ്റ്ററിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടിക്കാണോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ? ഞാനൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇവിടെ കാൽസ്യത്തിൻ്റെ ബോൺസ് ഇങ്ങനെ പൊടിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടർ, ഇവളിങ്ങനെ അംഗവൈകല്യമുള്ളൊരു കുഞ്ഞാണ്, അപ്പം അതുകൊണ്ട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് ഇവിടെ ഫർദർ ഉണ്ടോയെന്ന് അറിയാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല, അപ്പോൾ ഞാൻ അതുകൊണ്ട് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ ആസ്റ്ററിൽ ചെറിയ ഡോക്ടർ ചെറിയാണ് ഏറ്റവും സീനിയർ ഓർത്തോ സർജൻ. അപ്പം ആൾ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, അതൊരു നോർമൽ ബേബിയാണ്, അതിന് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ലാത്ത നോർമൽ ബേബിയാണ് ഇപ്പോൾ കൈയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇപ്പം ഞങ്ങൾ ഇന്ന് അഭിഷേകം വെക്കുമ്പോൾ തന്നെ അവൾ പറയും, വല്യച്ഛൻ വന്നു, ഹല്ലേലൂയ പറയും. എൻ്റെ കർത്താവേ, കുട്ടിക്ക് നമുക്ക് ദൈവം ഒരു വലിയ മിറക്കിൾ ചെയ്തു. ഇതിൻ്റെ റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എളിയുന്ന 2 കാലിൻ്റെ എളിയുന്ന എല്ല് വിട്ട് കിടക്കുക, കയ്യിന് ഇവിടെ മുഴുവൻ വിരലുകളില്ല. 5ാമത്തെ മാസത്തെ സ്കാൻ റിപ്പോർട്ടാണത് നമ്മൾ കാണുന്നത്. 5ാമത്തെ മാസത്തെ സ്കാൻ റിപ്പോർട്ടിൽ എല്ലുകളെല്ലാം വിട്ടുകിടക്കുക, ഈ കുഞ്ഞിൻ്റെ കരങ്ങളിലെ വിരലുകളൊന്നുമില്ല. അത്രയും പോലത്തെ അവസ്ഥയിലാണ് ഡോക്ടർ പറഞ്ഞത്, നിങ്ങൾ കോടതിയിൽ പോയി കേസ് ഒന്ന് ഫയൽ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയാനുള്ള സാങ്ഷൻ തരും. അങ്ങനെയാണ് അമ്മച്ചി ഈ വേദനയോട് അച്ഛൻ്റെ അരികെ ഇത് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തത്. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞ, കർത്താവ് ഇടപെടട്ടെ. നിലവിളിയാണ്. നമുക്കിപ്പോൾ യേശുവിനെ വിളിക്കുമ്പോൾ ഒരു ഫീലിംഗ് വരുന്നില്ല. ഒരുപാട് ഞെരുക്കമുള്ളവരുണ്ട്, അവർക്ക് ആ ഫീലിംഗ് വരും. അപ്പോൾ ഇവിടെ സ്വീകരിച്ചതിന് ശേഷമാണ് ശരിക്കും മോൾക്ക് IELTS-ലെല്ലാനും ഹൈ സ്കോർ കിട്ടി, അപ്പം തന്നെ ജോലി കിട്ടി. ഓരോ ഓസ്കിൽ എന്തായാലും ഇവള് ശരിക്കും ഞങ്ങൾക്കൊരു മിറാക്കിൾസിൻ്റെ കുടുംബത്തിലേക്ക് വലിയ തകർച്ചകൾ നീക്കുന്ന ബ്ലെസ്സിങ് കൊണ്ടുവരുന്ന ഒരു കുട്ടിയായിട്ടാണ് കുടുംബത്തിലേക്ക് വരുന്നത്. ആൻഡ്രിയ ഹാപ്പിയാണോ? ആൻഡ്രിയ 2 വാക്ക് സംസാരിക്കണോ? ആൻഡ്രിയ, ദൈവം ശരിക്കും ഇടപെട്ടു അല്ലേ? ആൻഡ്രിക്ക് നല്ല മനസ്സിന് നല്ല സമാധാനം ഇല്ലേ? അല്ലേ? ശരിക്കും അന്ന് ഭയങ്കര ക്രൈസിസ് ആയിരുന്നല്ലേ, വലിയ സങ്കടം.
ആ സമയത്ത് ആക്ച്വലി ഞാൻ അധികം ആരോടും മിണ്ടില്ലായിരുന്നു. ശരിക്കും എപ്പോഴും സങ്കടം തന്നെയായിരുന്നല്ലേ? പക്ഷേ ആ സമയത്ത് അമ്മ കൂടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ കൂടെ നിന്നു. ആക്ച്വലി ആരില്ലാണ്ട് ഒറ്റപ്പെട്ടു പോയ സമയമായിരുന്നു. ദൈവം രക്ഷിച്ചു. ദൈവം വലിയ കരുണ കാണിച്ചു കൊടുത്തു. പക്ഷെ നീ ഈശോയ്ക്ക് വേണ്ടി ഉറച്ച തീരുമാനം എടുത്തതോടെ ഈശോ നിൻ്റെ കൂടെ നിന്നു. ഇങ്ങനെയാണ് കർത്താവ് പറയണത്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും മനുഷ്യപുത്രനെ ഏറ്റുപറയും. ഈശോ പറഞ്ഞ വാക്ക് പൂർത്തിയാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, എന്ത് പറഞ്ഞു? മോള് പറഞ്ഞു അബോർഷൻ ചെയ്യില്ല. എൻ്റെ ഈശോയുടെ സ്നേഹത്തിൽ പറഞ്ഞോട് ചെയ്യില്ല. വലിയൊരു ബ്ലെസ്സിങ് ആണ് കർത്താവ് കൊടുത്തത്. യേശുവേ, അങ്ങയുടെ പുണ്യനാമം ഞങ്ങൾ എന്നും വിളിക്കും. കൈകൾ ഉയർത്തി യേശുവിനെ വിളിക്കാം. യേശുവേ, 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 ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും കൈയടിച്ച് ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കുടുംബം അവരുടെ വലിയ ഞെരുക്കത്തിൽ കർത്താവിൻ്റെ ആ നാമത്തിലും കർത്താവിൻ്റെ ഇടപെടലിൽ ഹൃദയപൂർവ്വം വിശ്വസിച്ചു, കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ഇന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ തിരുനാളാണ്. ഈ അവസരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇതേപോലെ ആപത്തുകളിലും ഞെരുക്കങ്ങളിലും പ്രതിസന്ധികളിലും കൂടെ നിൽക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് തിരുനാളിന് മംഗളങ്ങൾ അഭിഷേകാഗ്നി കാണുന്ന എല്ലാ ഷാലോം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും അട്ടപ്പാടിയിൽ നിന്ന് ആശംസിക്കുകയാണ്. ഇന്ന് വചന ശുശ്രൂഷയ്ക്ക് ബഹുമാനപ്പെട്ട സാംസണച്ചനെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. അച്ഛൻ ഇന്ന് 100 കൂട്ട തിരക്കിൻ്റെ ഇടയിൽ അച്ഛൻ പറഞ്ഞു നിങ്ങൾ അഭിസംബോധന ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വന്നതാണ്. സാംസണച്ചൻ തുടർന്ന് ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നതാണ്. ഞാൻ മറ്റൊരവസരത്തിൽ മുഴുവൻ ഒരു എപ്പിസോഡ് മറ്റൊരവസരത്തിൽ എടുക്കുന്നതാണ്. ഈശോയുടെ വലിയ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേക ഒരു സന്തോഷമുണ്ട് എല്ലാവർക്കും. ഒന്നാമത്തെ സന്തോഷം, ഉദിതനായ കർത്താവ് ആ തിരുനാൾ ആഘോഷിക്കുന്നതിന് സന്തോഷം. രണ്ടാമത്തേത്, നമ്മുടെ പ്രിയപ്പെട്ട വട്ടായിലച്ചൻ്റെ ഈസ്റ്റർ ആശംസകൾ ഇന്ന് അഭിഷേകാഗ്നി കുടുംബങ്ങൾക്കെല്ലാം ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് സന്തോഷിക്കാം. നമുക്ക് പ്രത്യേകം അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു മുഴുവൻ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവജനത്തിന് എപ്പിസോഡുകൾ ധാരാളം കിട്ടട്ടെ അച്ഛനും പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരകളെല്ലാം മാറ്റി ശക്തമായ ദൈവത്തിൻ്റെ വചനം അച്ഛനിലൂടെ ഓരോ അഭിഷേകാഗ്നി കുടുംബങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോചനത്തിൻ്റെ കാഹളധ്വനിയുമായി ജീവൻ്റെ പുത്തൻ തുടിപ്പുമായി ഉയർപ്പ് തിരുനാൾ വന്നെത്തി. ഗാഗുൽത്തയല്ല, താബോറാണ്. സഹനമല്ല, സന്തോഷമാണ് പ്രാധാന്യം എന്ന് തൻ്റെ ഉദ്ധാനത്തിലൂടെ നമ്മളെ ഓരോരുത്തരെയും ഈശോ പഠിപ്പിക്കുകയായിരുന്നു. സഹനം, കുരിശുമരണം, വേദനകൾ, അങ്ങനെ ജീവിതത്തിൽ സഹനം, വേദന, നിരാശ, സങ്കടം ഇതെല്ലാം നമുക്കുണ്ട്. ഇന്ന് ലോകത്തിൽ ആർക്കാണ് സങ്കടമില്ലാത്തത്? ഇന്ന് ഉദ്ധാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ എത്ര കുടുംബങ്ങളിൽ ഉദിതനായ കർത്താവിന് സന്തോഷം കുടികൊള്ളുന്നുണ്ട്? എത്ര കുടുംബങ്ങളിൽ ഇന്ന് സമാധാനമുണ്ട്? അതോ എമ്മാവൂസിലേക്കും ജെറുസലേമിലേക്കും ഓടിപ്പോയ ഒളിവ് സങ്കേതത്തിൽ ഭയപ്പെട്ടിരുന്ന അപ്പോസ്തലന്മാരെ പോലെ നിരാശരാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ ഈശോ മിശിഹായെ കല്ലറയിൽ അടക്കം ചെയ്തപ്പോൾ വലിയൊരു കല്ല് ഉരുട്ടി അതിൻ്റെ കവാടം അടച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കവാടം അടച്ചു. ആ കല്ല് മാറിയപ്പോൾ കല്ല് ദൂതന്മാർ ഉരുട്ടി മാറ്റി. അപ്പോൾ കർത്താവ് പുറത്തു വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന്
ഈ ഉദ്ധാന തിരുനാൾ ആഘോഷിക്കുന്ന ദൈവമക്കളുടെ ഹൃദയമാകുന്ന കല്ലറയുടെ മുകളിൽ വെച്ചിരിക്കുന്ന കല്ല് ഉരുട്ടി മാറ്റണം. അവിടെ നിരാശ മാറണം, സങ്കടം മാറണം, വേദന മാറണം. ആ കല്ല് ഉരുട്ടി മാറ്റുക. എത്രയോ സങ്കടത്തിലൂടെയാണ് ചിലർ കുടുംബജീവിതത്തിൻ്റെ പരാജയം, മക്കളെക്കുറിച്ച് ഉത്കണ്ഠകൾ, അതുപോലെ ജീവിതത്തിൽ ഇതുവരെ ഒന്നും എത്തിച്ചേരാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനെ കണ്ണുനീരി കൈയുമായി ഉദ്ധാന തിരുനാൾ ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദിവസം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ സഹനത്തിൻ്റെ, വേദനയുടെ, ദുഃഖത്തിൻ്റെ കല്ലുകൾ ഉരുട്ടി മാറ്റുക. ഉരുട്ടി മാറ്റിയിട്ട് കർത്താവിനെ കാത്തിരിക്കുക, വില കൊടുത്ത് പ്രാർത്ഥിക്കുക. മഗ്ദലന മറിയത്തെ പോലെ മണിക്കൂറുകളോളം കാത്തിരിക്കണം. എവിടെ 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 എൻ്റെ കർത്താവിനെ എവിടെ ഒളിപ്പിച്ചു, ആര് കൊണ്ടുപോയി, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന ആ ഒരു എന്താ പറയുക തീഷ്ണതയോടെ മഗ്ദലന മറിയം കാത്തു നിന്നതുപോലെ നീയും കാത്തു നിൽക്കണം. ഉദിതനെ നിങ്ങൾ കുടുംബത്തിൽ കൊണ്ടുവരണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിൽ 20-ാം അധ്യായം 18-ാമത്തെ തിരുലിഖിതം, മഗ്ദലന മറിയം ചെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞെങ്ങനെയാണ്, ഞാൻ കർത്താവിനെ കണ്ടു, അവൻ ഈ കാര്യങ്ങൾ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരെ അറിയിച്ചു. മഗ്ദലന മറിയം പറഞ്ഞു, ഞാൻ കർത്താവിനെ കണ്ടു. അന്ന് വൈകുന്നേരം പുറത്തുപോയ തോമാസ് ലീഹ ഇതാ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വരികയാണ്. അന്ന് വൈകുന്നേരം. അപ്പോഴവർ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സംസാരിച്ചു കൊണ്ടിരുന്ന ശിഷ്യന്മാർ തോമാസ് ലീഹയെ കണ്ടപ്പോൾ സന്തോഷത്തോടെ പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. അപ്പോൾ തോമസിന് ചെറിയൊരു അസൂയ തോന്നി. അവൻ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല. എൻ്റെ കർത്താവിനെ ഞാൻ കാണുകയും അവൻ്റെ കൈകളിലെ ആണിപ്പഴുതുകൾ കാണുകയും അവൻ്റെ പാർശ്വത്തിലെ മുറിവിൽ എൻ്റെ വലതുകരം ചേർത്ത് വെക്കാതെ ഞാൻ വിശ്വസിക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 25-ാമത്തെ തിരുലിഖിതം. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണിപ്പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും നിരാശ പൂണ്ട ശിഷ്യന്മാരെയാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. അവർ പലരും പോയി പല സ്ഥലങ്ങളിലേക്ക്. ചിലർ ഓടി ഒളിച്ചു, ചിലർ തങ്ങളുടെ ജോലിയായിട്ട് പോയി, ചിലർ മീൻ പിടിക്കാൻ പോയി. അങ്ങനെ പത്രോസും യോഹന്നാനും തങ്ങളുടെ പഴയ പണിയായ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രിയുടെ യാമങ്ങളിൽ ഇതാ കർത്താവ് ആ കടലിലൂടെ, വെള്ളത്തിലൂടെ നടന്നു വരുന്നു. അപ്പോൾ യോഹന്നാൻ പറയുകയാണ്, അതാ കർത്താവ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായം 7-ാമത്തെ തിരുലിഖിതം. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ നഗ്നനായതുകൊണ്ട് പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഇതേ കർത്താവിന് ഈ ഉദ്ധാനത്തിന് എത്ര വർഷമായി നിങ്ങൾ ഉദ്ധാനത്തിന് നല്ല ആഘോഷം തുടങ്ങിയിട്ട്? എത്ര കല്ലറകൾ നിങ്ങൾ പണിതു? എത്ര നാടകീയമായ രീതിയിൽ ഉദ്ധാനം നിങ്ങൾ ചിത്രീകരിച്ചു നിങ്ങളുടെ ഇടവകയിൽ? എന്നിട്ടും നിങ്ങളുടെ നിരാശയിലേക്ക്, സങ്കടത്തിലേക്ക് ഉദിതനായ കർത്താവ് കടന്നു വന്നോ? ഉദിതനായ കർത്താവ് കടന്നു വന്നപ്പോൾ കണ്ടവരോട് കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് എത്ര കുടുംബങ്ങൾ സമാധാനമുണ്ട്? മദ്യപാനത്തിൻ്റെയും കലഹത്തിൻ്റെയും ഭിന്നതയുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെയും അതുപോലെ തന്നെ തെറ്റായ സ്നേഹബന്ധങ്ങൾ, അഭിഹിത ബന്ധങ്ങൾ, ഇന്ന് കുടുംബം മുഴുവൻ അതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിയപ്പെട്ട യുവതി യുവാക്കന്മാർ, ജീവിതത്തിൽ ഒരു സ്ഥലത്തും എത്തിച്ചേരാത്ത യുവതി യുവാക്കന്മാർ, മക്കൾ, ഇവരെയൊക്കെ ഓർത്ത് നിരാശയും സങ്കടവും നിറഞ്ഞവരല്ലേ ഇന്ന് ഈ വചനം കേൾക്കുന്നത്? ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സങ്കടവും വേദനയും നിരാശയും ദുഃഖവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നിരാശയുടെ സങ്കടത്തിൻ്റെ കല്ല് ഉരുട്ടി മാറ്റുക. ഉദിതനായ കർത്താവിന് സമാധാനം വീട്ടിൽ വേണം. ഈസ്റ്റർ ആഘോഷം ഇന്ന് കഴിയും, പക്ഷേ ഉദിതൻ നൽകിയ സമാധാനം നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നിങ്ങളെ വിട്ടുപോകും. ഞാൻ പണ്ട് ഏതോ ഒരു പ്രസംഗത്തിൽ കേട്ട ഒരു സംഭവം ഓർക്കുകയാണ്. ഒരു ഉദ്ധാന തിരുനാളിന് ഒരു വൈദികൻ ഇടവകയിൽ
ഉദ്ദാന പ്രസംഗത്തിൻ്റെ മധ്യത്തിൽ ഒരു സംഭവം പറഞ്ഞു. ഇതൊരു ദേവാലയം. അവർ ഉദ്ദാന തിരുനാളിൽ ഒരുങ്ങുകയാണ്. ഇടവകയിലെ യുവാക്കന്മാരും യുവതികളൊക്കെ ഒരുമിച്ച് വന്നു. പെൺകുട്ടികൾ പള്ളി അലങ്കരിക്കുന്നു, ക്ലീൻ ചെയ്യുന്നു. അവർ നല്ല കുറേ ചെറുപ്പക്കാർ അവിടെ മനോഹരമായ ഒരു കല്ലറ തയ്യാറാക്കുകയാണ്. രാത്രി കുർബാനയുടെ മധ്യത്തിൽ അവർ വലിയ നാടകീയമായി ഉദ്ധിതനായ കർത്താവിനെ ആ ഉയർത്തെഴുന്നേൽപ്പ് ചിത്രീകരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക. എല്ലാ പണിയും പൂർത്തിയായി. അപ്പോൾ അവർ വികാരിച്ചോട് പറഞ്ഞു, അച്ഛാ പണിയെല്ലാം പൂർത്തിയായി, ഉയർപ്പ് രൂപം എവിടെയാണ് ഇരിക്കുന്നത്? ഉയർപ്പ് രൂപം ഒന്ന് വേണം, അത് ഞങ്ങൾക്കതൊന്ന് പ്രാക്ടീസ് ചെയ്യാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഉയർപ്പ് രൂപം ഇന്ന സ്ഥലത്ത് ഇരിപ്പുണ്ട്. അച്ഛനൊരു താക്കോലെടുത്ത് കൊടുത്തു. താക്കോലെടുത്ത് അലമാരി തുറന്നു നോക്കുമ്പോൾ ഉയർപ്പ് രൂപം കാണാനില്ല. ഉയർപ്പ് രൂപം കാണാനില്ല. അച്ഛൻ വേഗം മഠത്തിലേക്ക് വിളിച്ചു. സിസ്റ്റർമാരെ വല്ല ക്ലീൻ ചെയ്യാനോ വല്ല എടുത്തുകൊണ്ട് പോയോ? സിസ്റ്റർമാർ പറഞ്ഞില്ല, ഇവിടുത്തെ ഉയർപ്പ് രൂപം മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർ തേടി ആ ദേവാലയത്തിലെ സകല മുറികളിലും സകല അലമാരകളിലും തപ്പി നോക്കിയിട്ടും ഉയർപ്പ് രൂപം കണ്ടില്ല. അങ്ങനെ തപ്പി നോക്കും, ഇതാ ഒരു 4 വയസ്സുള്ളൊരു കുട്ടി ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ അവിടെ ഒരു രൂപം ഇരിപ്പുണ്ട്. എവിടെയാ മോളെ എന്ന് ചോദിച്ച് അച്ഛൻ നോക്കുമ്പോൾ ഇതാ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഒരു മൂലയ്ക്ക് രൂപം ഇരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അച്ഛൻ ആ രൂപം ചാടി എടുത്ത് കയ്യിലേക്ക് പിടിച്ചു. എന്താ കർത്താവേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഇങ്ങനെയൊക്കെ കാണിക്കാൻ കൊള്ളാവോ എന്ന് ചോദിച്ചപ്പോൾ ഒരു സ്വരം അച്ഛൻ തിരിച്ചറിയാണ്. എല്ലാ വർഷവും ഉയർപ്പ് ആചരിക്കും, കല്ലറകൾ പണിയും, വലിയ നാടകീയമായ രീതിയിൽ പുകയും തീയും തീക്കനലും പാട്ടും ബഹളവും എല്ലാമായിട്ട് എന്നെ പുറത്തേക്ക് കൊണ്ടുവരും. പക്ഷേ ആ ആഘോഷം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് പോയി ഭക്ഷണമെല്ലാം കഴിച്ച് കുറച്ച് ഉല്ലാസമൊക്കെ നടത്തി എത്ര കുടുംബത്തിൽ ഇന്ന് എൻ്റെ സമാധാനമുണ്ട്? ഉദ്ധിതനായ കർത്താവിൻ്റെ സമാധാനം എത്ര കുടുംബത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്? ഞാൻ വർഷങ്ങൾ പ്രതീക്ഷിക്കും, ഈ വർഷം ശരിയാകും, അടുത്ത വർഷം ശരിയാകും എന്ന് വിചാരിച്ച് വീണ്ടും ഇങ്ങനെ പ്രതീക്ഷിക്കും. പക്ഷേ ഞാൻ മടുത്തു. എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് സമാധാനമില്ല, സന്തോഷമില്ല. അവർ എന്നെ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ വർഷം ഞാൻ ഉദ്ദാന തിരുനാൾ നിങ്ങളുടെ ഒപ്പം വരുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഒരു ചെറിയൊരു ഒരു കഥയാണെങ്കിൽ, ഒരു കാര്യമാണെങ്കിൽ, ഒരു അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരർത്ഥമുണ്ട്, അതിലൊരു മീനിങ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ ഉദ്ദാന തിരുനാൾ ആഘോഷിക്കുന്ന ദൈവമക്കളെ, ആ തീക്ഷ്ണതയോടുകൂടെ കർത്താവിന് സമാധാനം നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകണം. പിന്നെ അവന് നിരാശ പാടില്ല. അവൻ്റെ സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും രോഗങ്ങളും പീഡകളും അസ്വസ്ഥതകളും എല്ലാം കർത്താവിൻ്റെ കാൽക്കൽ സമർപ്പിക്കണം. അപ്പോസ്തലന്മാർ സമർപ്പിച്ചു. അവർ ഈശോയെ ഉദ്ധിതനായ കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ കർത്താവിൻ്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് അവനെ ആരാധിച്ചു. ഉദിതനായ കർത്താവിനെ ഇന്ന് നിങ്ങൾ ആരാധിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങളുടെ നിരാശയും സങ്കടവും എല്ലാം മാറട്ടെ. കർത്താവ് ഉയർപ്പ് തിരുനാളിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പ്രകാശത്തിൻ്റെ തിരുനാളാണ്. പ്രകാശത്തിൻ്റെ തിരുനാളെന്നാണ് ഉയർപ്പ് തിരുനാൾ അറിയപ്പെടുന്നത്. പ്രകാശം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യൻ്റെ ജീവിതത്തിലെ അന്ധകാരം മാറി പ്രകാശം വ്യാപരിക്കണം. പ്രകാശം വ്യാപരിക്കണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിക്കണം. അവൻ അന്ധകാരത്തിലാണ്. ആ പ്രകാശം വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ മറ്റെല്ലാം ഉപേക്ഷിക്കും. അതല്ലേ പൗലോസ്ലീഹായെ സംബന്ധിച്ചത്. പൗലോസ്ലീഹായെ സംഭവിച്ചത് തന്നെയാണ്. യേശു ക്രിസ്തുവിനെ അറിയില്ല, യേശുവിൻ്റെ വചനം അറിയില്ല, വെറും ഒരു യഹൂദ ഗുരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഒരു റബ്ബി എന്നൊക്കെ വിളിക്കുന്ന ഗുരുവിൻ്റെ സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ യഹൂദ മതത്തിലെ ഒരു പണ്ഡിതൻ. യഹൂദ മതം എല്ലാം പഠിച്ച് ക്രിസ്ത്യാനികൾക്കെതിരെ നിൽക്കുന്നവൻ. അവന് ക്രിസ്തു വേണ്ട, ക്രിസ്ത്യാനികൾ കൊല്ലാൻ മുതിർന്നവൻ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനിലേക്ക് ഉദിതനായ കർത്താവിൻ്റെ മിന്നലൊളി. അവൻ കുതിരപ്പുറത്ത് ക്രിസ്ത്യാനികളെ പിടിച്ചു കെട്ടി അവരെ കൊല്ലാൻ വേണ്ടി കുതിരപ്പുറത്ത് പാഞ്ഞു പോകുമ്പോൾ ഉദിതനായ കർത്താവിൻ്റെ പ്രകാശം അവൻ സഞ്ചരിച്ച കുതിരയിലേക്ക് ആഞ്ഞടിച്ച് അവൻ തെറിച്ച് നിലത്ത് വീണു. അപ്പോൾ അവൻ ഒരു സ്വരം കേൾക്കുകയാണ്, നീ പീഡിപ്പിക്കുന്ന ഈശോയാണ്,
ഉദ്ധിതനായ കർത്താവിൻ്റെ പ്രകാശം സാവൂളിൻ്റെ ശരീരത്തിലേക്ക് അടിച്ചു. അവൻ ആ പ്രകാശത്തിൽ വീണ്ടും പഴയ അന്ധകാരം എല്ലാം മാറി. അവൻ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവനായി മാറി. ചെല്ലുന്നിടത്തെല്ലാം ഉദ്ധിതനായ കർത്താവിന് സമാധാനം, ആ ഉദ്ധിതൻ്റെ പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ തക്ക വിധത്തിൽ സാവൂളിനെ ദൈവം അഭിഷേകം ചെയ്തു. ഇതുപോലെ ഓരോ കുടുംബങ്ങളിലും ഉദ്ധിതൻ കടന്നു വരട്ടെ. ഉദ്ധിതൻ്റെ പ്രകാശം നിങ്ങളുടെ കുടുംബത്തിലേക്ക് വ്യാപരിക്കട്ടെ. അങ്ങനെ എല്ലാ നിരാശയും സങ്കടവും മാറ്റി ഉദ്ധാന തിരുനാളിൻ്റെ സമൃദ്ധി, സന്തോഷം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉദ്ധാന തിരുനാളിൽ ഇന്ന് പ്രത്യേകമായ കർത്താവ് ഒരു അനുഗ്രഹം നിങ്ങൾക്ക് നൽകും. കർത്താവിൻ്റെ പാദത്തിങ്കൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച അപ്പോസ്തലന്മാരെ പോലെ നമ്മുടെ നിരാശകളും സങ്കടങ്ങളും വേദനകളും ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്നും നിങ്ങളെ കർത്താവ് രക്ഷിക്കട്ടെ. കർത്താവ് ഉത്ഥാനത്തിന് ശേഷം കണ്ടവരോടെല്ലാം പറഞ്ഞ വാക്യപ്രകാരമാണ് നിങ്ങൾക്ക് സമാധാനം. അപ്പോഴാ സമാധാനം സ്വീകരിച്ചവരിലേക്കെല്ലാം ക്രിസ്തുവിൻ്റെ സമാധാനം ഒഴുകിയെത്തി. ഇന്ന് ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ദൈവമക്കളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ഉദിതനായ കർത്താവ് നൽകുന്ന സമാധാനം, സ്വസ്ഥത, സന്തോഷം നിങ്ങളുടെ സഹനത്തിൻ്റെ നടുവിൽ, രോഗത്തിൻ്റെ അവസ്ഥയിൽ, ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ അവസ്ഥയിൽ കർത്താവ് സമാധാനം നൽകുന്ന സമയമാണ്. ഈശോ നിങ്ങൾ അനുഗ്രഹിക്കും. രണ്ട് കരങ്ങളെ ഉയർത്തി പിടിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തി, കർത്താവെ അവിടുത്തെ സമാധാനം ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. കരങ്ങളെ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. പോരാ. കരങ്ങൾ ഉയർത്തി ഉദ്ധാനം ചെയ്ത കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കട്ടെ. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉച്ചത്തിൽ വിളിച്ച് മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. സ്വരമുയർത്തി ഉദ്ധാനം ചെയ്തവനെ സമാധാനം നിറയട്ടെ. ഞങ്ങൾ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ സങ്കടങ്ങളും മാറട്ടെ. മരണത്തെ ജയിച്ചവനെ പ്രകാശം വീശട്ടെ. ഞങ്ങൾ ആരാധിക്കുന്നു. വിളിക്കുന്നു. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു.